രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്കിൽ വന്ന ഒരു വീഡിയോ, അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് രമ്യ ഹരിദാസ് ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്, അല്ലെ വീഡിയോയിലെല്ലാം പറഞ്ഞേക്കുന്നത് 10 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ അഴിമതികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കാണ്. അഴിമതികൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ഇത് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പം, ഇപ്പൊ രമ്യ ഹരിദാസിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ മൊത്തം തെറിവിളിയാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തു, അതായത് തോറ്റ് തുന്നം പാടി പാട്ട് പാടി നടക്കുന്ന രമ്യ ഹരിദാസിന് ഇത് പറയാൻ എന്താണ് യോഗ്യത എന്നൊക്കെ രീതിയിലുള്ള കമന്റുകളൊക്കെയാണ് വരുന്നത്. പക്ഷെ രമ്യ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എന്ന് ഈ 10 വർഷത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള അഴിമതികളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെ കാണാം? രമ്യ ഹരിദാസിനെ കുറിച്ച് ആദ്യം എനിക്ക് ഒരു ചോദ്യം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻ ഹരിഹര നഗർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ ഇൻ ഹരിഹര നഗറിൽ സിനിമയ്ക്കകത്ത് ഇവരെല്ലാം കൂടി, അതായത് മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, ഇവരെല്ലാം കൂടി ഒരു വീട്ടില്, അശോകൻ, ഇവരെല്ലാം കൂടെ ഇവരുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വരും. അവിടെ നിന്നൊരു പാട്ട് പാടും. അപ്പൊ ഈ പാട്ട് പാടി കഴിയുമ്പോൾ ഇത് കണ്ടിട്ട് ഇവരുടെ അമ്മ, എനിക്കൊന്ന് മുകേഷിന്റെ അമ്മയാന്ന് തോന്നുന്നു, വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എന്തുവാടാ ഇത് കാണിക്കുന്നത് ചോദിക്കും. അന്നേരം പറഞ്ഞ് ഇല്ല പാട്ട്, ഇതാണ് പാട്ടെന്ന് ചോദിച്ചിട്ട് ഇവരെ ആ പാടാൻ ത്രിട്ടൺ ചെയ്തു. അവരൊന്ന് ചീത്തയൊക്കെ വിളിച്ചിട്ട് ഇവരുടെ അമ്മ പോകും. അന്നേരം ജഗദീഷ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ കുവൈറ്റ്, ആ കാലം എന്ന് പറയുന്നത് ഈ കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പൊ ജഗദീഷ് ചോദിക്കുന്നു, കുവൈറ്റ് യുദ്ധം നടന്നല്ലോ, നടന്ന് എല്ലാരും നാട്ടിൽ വന്നല്ലോ, കുവൈറ്റ് എന്നുള്ളവരല്ല വന്ന്, നിന്റെ അച്ഛൻ മാത്രം വന്നില്ലല്ലോ. ഇല്ല, ഇതാ കാരണം എന്ന് പറയുന്ന പോലെയാണ്. ഈ രമ്യ ഹരിദാസിനോട് ചോദിക്കാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എല്ലായിടത്തും UDF ജയിച്ചു. പിന്നെ UDF എല്ലായിടം ജയിച്ചു. കാര്യം 19 മണ്ഡലങ്ങളിൽ UDF ജയിച്ചു. രമ്യ ഹരിദാസ് മാത്രം ജയിച്ചില്ലല്ലോ. എന്താ ഇതാ കാര്യം എന്ന് പറയേണ്ടി വരും. കാര്യം 19 മണ്ഡലങ്ങളിലും ജയിച്ച UDF ആണ്. തൃശ്ശൂരിയും ജയിച്ചത് സുരേഷ് ഗോപി ആണെങ്കിലും ജയിച്ചത് UDF ആണ്. കാര്യം വോട്ടെല്ലാരും ചെയ്ത് UDF-കാരെല്ലാം വോട്ട് ചെയ്തത് ആർക്കാണോ ആ സ്ഥാനാർത്ഥിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അപ്പം ജയിച്ചത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി, UDF തന്നെയാണ് അവിടെയും ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിൽ തെറ്റ് പറയാനൊന്നുമില്ല. ആ സമയത്ത് പോലും ആ ഒരു തരംഗം ഉണ്ടായിട്ട് പോലും ജയിക്കാത്ത ഒരേ ഒരു സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് മുങ്ങിയതാന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്നും തോറ്റ്. ഒരു തവണ ആ ആലത്തൂരുകാർക്ക് ഒരു അബദ്ധം പറ്റി, ഒരു അബദ്ധം. ആ അബദ്ധത്തിന്റെ ഭാഗമായിട്ട് ഒരു കഴിഞ്ഞ അങ്ങേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP ആയി കഴിഞ്ഞതിന് ശേഷം സ്വന്തമായി എന്തൊക്കെയാ പറയുന്നതെന്നോ എന്താ ചെയ്യുന്നതെന്നോ ഒരു ബോധമില്ലാതെ സ്വയം അപഹാസ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും രമ്യ ഹരിദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മണ്ഡലത്തിൽ ഒരു വികസനം നടത്തിയിട്ടില്ല, ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ലക്ഷങ്ങൾ കൈ കിട്ടിയാലും ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ ചാനലിൽ കയറുന്നുണ്ട്, ഒരു ഉടുപ്പും ഇല്ലാതെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും, എന്നിട്ട് ഇപ്പൊ എല്ലാം കടവാണ് എന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ മൊത്തം ട്രോളർ എന്ന് വാങ്ങിയ ഒരാളാണ് ഈ രമ്യ ഹരിദാസ്. അപ്പം ഈ രമ്യ ഹരിദാസിനെ സത്യം പറഞ്ഞ രമ്യ ഹരിദാസ് എനിക്കൊന്ന് വിഴിഞ്ഞം സമരം ഉണ്ട്, വിഴിഞ്ഞ സമരം. അതായത് വിഴിഞ്ഞം പോട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നും പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കി ആ വിഴിഞ്ഞം പോട്ട് നടപ്പിലാക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ സഭക്കാർ സമരം ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് സമരം ചെയ്തവരെ UDF അവിടെ പോയിരുന്നുകൊണ്ട് രമ്യ ഹരിദാസ് പണ്ട് ഒരു പാട്ട് പാടി. മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് പാടിയതാ, പക്ഷെ സ്വന്തം ജീവിതത്തിൽ അതങ്ങ് ഫലിച്ചു. അപ്പം ദുഃഖഭാരം ചുമക്കുന്ന ദുശകുനമാണ് ഞാൻ എന്ന് പറഞ്ഞാണ് ഈ പാട്ട്. അപ്പൊ തന്നെ വിചാരിച്ചു ഇത് ഈ ദുഃഖഭാരം ചുമക്കുന്ന ദുശകുനമായി തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഇതിങ്ങനെ കിടക്കുമല്ലോ എന്ന് എല്ലാവരും ഒരു അറം പറ്റിയ പാട്ടെന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെയാണ് ഈ രമ്യ ഹരിദാസിന് പൊതുവെ ഉള്ള ഒരു ഇത്. പിന്നെ ഈ രമ്യ ഹരിദാസ് എല്ലാരും പറയുന്ന കേട്ടിട്ട് അങ്ങ് പറയുന്നുള്ളൂ. അല്ല, ഇതിനകത്ത് വസ്തുനിഷ്ഠമായി ഇവരുടെ പെങ്ങളുട്ടിയല്ലേ, പെങ്ങളുട്ടിക്ക് കാറ് മേടിക്കാൻ ഫണ്ട് പിരിവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാശയൊക്കെ കിടക്കുമെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ ഈ പെങ്ങളുട്ടി ഇവിടെ വന്നു നിന്നുകൊണ്ട് ഇപ്പൊ പറയുന്ന വെച്ചാൽ 10 വർഷം ഇവിടുത്തെ LDF സർക്കാർ മുടിപ്പിച്ച് നമ്മളെ, അതായത് സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ മുഴുവൻ നശിപ്പിച്ച്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, 108 ആംബുലൻസിന്റെ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കരാറ് പ്രശ്നം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, പിന്നെ വേറെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അവർ പറയുന്നത്. അങ്ങ് നമ്മൾ നോക്കി AI ക്യാമറ അഴിമതി, മറ്റേ അഴിമതി, മറിച്ച് അഴിമതി, ലൈഫ് മിഷൻ അഴിമതി എന്ന് വേണ്ട സകലമായ അഴിമതി കഥകളാണ് ഇവർ പറയുന്നത്. ശരിയാണ്, ഇത്ര അഴിമതിയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇവർക്ക് മുൻനിരയിൽ നിൽക്കുന്ന കുറെ നേതാക്കന്മാരുണ്ടെന്നേ. ഇപ്പൊ നമ്മൾ നോക്കി CMRL അഴിമതി,
നമുക്ക് മാത്യു കുഴൽനാടൻ വലിയ അഭിഭാഷകനാണ്. സുപ്രീം കോടതിയെ വരെ കിടുകിട വിറപ്പിച്ച് അവിടുന്ന് വിറച്ചോണ്ട് ഓടി വന്ന ഒരു വലിയ ശക്തനായ ഒരു അഭിഭാഷകനാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹം സെൽഫ് പ്രൈസിങ്ങിലും അതോടൊപ്പം തന്നെ സെൽഫ് ബ്രാൻഡിങ്ങിലും ഒക്കെ വലിയ കക്ഷിയാണ്. പുള്ളി ധരിക്കുന്ന ബെൽറ്റിൽ MK എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ബെൽറ്റ് MK എന്നാണ് അതിന്റെ ബക്കിൾ വരുന്നത്. മാത്യു കുഴൽനാടൻ എന്നാണ് അതിന്റെ അർത്ഥം. അത്ര സെൽഫ് ബ്രാൻഡ് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മാത്യു കുഴൽനാടൻ. അപ്പൊ ആ മാത്യു കുഴൽനാടൻ തന്നെ പോയിട്ട് സുപ്രീം കോടതി പറഞ്ഞു മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ 10 ലക്ഷം രൂപ അടിച്ചു തരും, മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോടാന്ന് പറഞ്ഞു. അങ്ങനെ CMRL അഴിമതി കേസ് തേഞ്ഞുപോയി. ഈ രമ്യ ഹരിദാസ് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ രമ്യ ഹരിദാസ് കുറച്ച് കാര്യം കൂടെ വ്യക്തമാക്കണം. അതായത് ഇപ്പൊ ഒരു അഴിമതി കേസ് പറയുന്നില്ല, ഇപ്പം CM നമ്മളിപ്പോ പറഞ്ഞ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, അതിൽ ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന എത്ര മന്ത്രിമാർ അതിനകത്ത് കുറ്റക്കാരാണ് അത് പറയണം. ആ മന്ത്രിമാര് കുറ്റക്കാരാകുന്നതിനോടൊപ്പം തന്നെ ഈ മന്ത്രിമാർക്കെതിരായി കോടതി അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്തെല്ലാം കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ട്, അവർക്ക് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അത് പറയണ്ടേ. ഇപ്പം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇവിടുത്തെ സഹകരണ വകുപ്പിൽ ഇരിക്കുന്ന നമ്മുടെ വാസവൻ VN വാസവൻ അതിനകത്ത് കേസിൽ എന്തായാലും സഹകരണ വകുപ്പല്ലേ, ഉറപ്പായിട്ടും VN വാസവൻ അതിനകത്ത് ഉത്തരവാദിയാണ്. അപ്പൊ VN വാസവനെതിരായിട്ട് കേസുണ്ടോ? അല്ലെങ്കിൽ VN വാസവനെ കെട്ടുകെട്ടിക്കാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പിന്നെ 108 ആംബുലൻസിന്റെ അഴിമതി അത് ഇടം വരെ എത്തി, കേസ് കോടതിയിലെത്തി. അപ്പൊ ആരാണ് ഉത്തരവാദി? ആംബുലൻസിന് തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ശൈല ടീച്ചർ വരും, അല്ലെങ്കിൽ നമ്മുടെ വീണ ജോർജ് വരും. ഇവർ രണ്ടുപേരെ ആരെങ്കിലും കോടതി ശിക്ഷിച്ചോ? തട്ടിപ്പ് കേസുമായിട്ട് വിജിലൻസ് കണ്ടെത്തി ഇവര് കുറ്റക്കാരാണെന്ന്? ഇല്ല, എനിക്ക് തോന്നുന്നില്ല കണ്ടെത്തി എന്നുള്ള കാര്യം. അങ്ങനെ അവര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയില്ല. AI ക്യാമറയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയോ? അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് അതിനകത്ത് കുറ്റക്കാരനാണെന്ന് നമുക്ക് കണ്ടെത്തിയിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അതിനകത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഇവരാരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയോ കോടതി അവരെ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ AI ക്യാമറയിൽ അഴിമതി ഉണ്ട് എന്ന് രമ്യ ഹരിദാസ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? ഇതില് രമ്യ ഹരിദാസ് ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് രമ്യ ഹരിദാസ് ചെന്നിത്തലോടും ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ VD സതീശനെയൊക്കെ വലിയ നിങ്ങളെ ചേട്ടാനിമാരും പെങ്ങളൂട്ടിയും ചീത്തവിളിക്കാരും ഒക്കെ അല്ലേ, അപ്പം അവരോട് ചോദിക്കണം. അവരോട് ചോദിച്ചിട്ട് സാറേ ഇതുപോലെ ഇങ്ങനെ ഒരു അഴിമതി കേസ് ഉണ്ടായിരുന്നില്ല, എന്തായിരുന്നു അതിന്റെ അന്തിമ റിസൾട്ട് എന്ന് വെറുതെ ചെന്നിത്തലയോടോ സതീശനോടോ വെറുതെ ഒന്ന് ചോദിക്കണമായിരുന്നു ഈ രമ്യ ഹരിദാസ്. അപ്പൊ അവര് തെറി വിളിച്ചോടിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ചെന്നിത്തല പെട്ടെന്ന് വിചാരിക്കുന്നത് ഒന്നാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയം തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് വന്ന് ചോദിച്ചാണ് ഈ രമ്യ ഹരിദാസ് എന്ന് വിചാരിക്കും. കാര്യം അവിടെ തേഞ്ഞു നിൽക്കുക എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് പറയാം, VD സതീശനും അറിയാം. കാര്യം അവിടെ പോയി കഴിഞ്ഞപ്പോ ഇനി മേലെ വഴിക്ക് കണ്ടേക്കര എന്നാണ് ഹൈക്കോടതി നിന്ന് രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും പറഞ്ഞത്. ഇത് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണോ ഇനി അതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. അപ്പൊ അങ്ങനെ രണ്ടുപേരും അക്കാര്യത്തിൽ തേഞ്ഞൊട്ടിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കളിയാക്കാൻ വേണ്ടി ചെന്ന് കാരണം എങ്ങനെയുണ്ട് ഇപ്പം മറ്റേ കേസ് എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർ ഞങ്ങളെ കളിയാക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് രമ്യ ഹരിദാസിനെ ചിലപ്പോൾ ഒരു ചീത്ത വിളിച്ചു കൊടുക്കും. ഇവരുടെ ഒരു പാരമ്പര്യം, ഈ ചീത്തവിളിയുടെ പാരമ്പര്യം ആയതുകൊണ്ടാണ് ചീത്ത എന്ന് പറയുന്ന വാക്ക് അനുഭവിച്ചത്. അപ്പൊ അങ്ങനെ തെറിവിളിച്ച് ഓടിക്കാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും ഫലത്തിൽ വരുന്ന സാധ്യതയൊന്നുമില്ല. അപ്പം ഏതൊരു കേസ് വന്നപ്പോ മാത്യു കുഴൽനാടനോട് ചോദിക്കാം എന്തായി അത് CMRL കേസ് എന്ന് ചോദിക്കാം. കുഴൽനാടൻ ഇനി അങ്ങനെ മിണ്ടൂല, കാരണം പേടിച്ചിട്ടുണ്ട് ശരിക്കും. കാരണം ഇനിയിപ്പോ വാ തുറന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമോ? അതെ, ഇത് കയ്യിന്ന് കാശുവോ? എന്തിനാ വെറുതെ 10 ലക്ഷം രൂപ കൊണ്ട് കളയുന്നത്? ഇപ്പൊ കഷ്ടപ്പെട്ട് വല്ലവരുടെ കേസ് തോപ്പിച്ചുണ്ടാക്കിയ കാശല്ലേ. അപ്പൊ അതിനെ വെറുതെ കൊണ്ടോ സുപ്രീം കോടതിയിൽ അടച്ചു കളയുന്ന ഒരു തോന്നലുണ്ടാവും. പിന്നെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അങ്ങനെ അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനായിട്ടുണ്ടോ? ഇല്ല, കുറ്റക്കാരനായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെതിരായ കേസുകളില്ല. ഈ രമ്യ ഹരിദാസ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ ഇതുവരെ ആയിട്ടും സംസ്ഥാന സർക്കാരിനകത്തു നിന്നുള്ള ഒരു നേതാവിനെ പോലും കുറ്റക്കാരനാക്കി ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രമ്യ ഹരിദാസ് മനസ്സിലാക്കാതെ പോയൊരു കാര്യം തന്നെയാണ്. ഒരു കേസിൽ പോലും കുറ്റപത്രം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്താനോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല, സാധിച്ചിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സത്യമാണോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ, ഇവർക്ക് ഇത് കുറച്ചു പേരിലേക്ക് എത്തിക്കുക. ഇങ്ങനെയാണ് എന്ന്, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ കുറച്ചു പേർക്കിടയിലെങ്കിലും ഒരു 10 പേര് കാണുമ്പോൾ അതിൽ 2 പേരെങ്കിലും വിശ്വസിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിനുവേണ്ടി മാത്രമാണ്
ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം നുണേശൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര രസകരമാണ്. അതിനകത്ത് നമ്മൾ ഓരോന്ന് കാണുമ്പോഴേക്കും ഇത്രയും വലിയ നുണയായിരുന്നു ഇത് ഞാൻ പറഞ്ഞെന്നൊക്കെ ജനങ്ങൾ അത് കാണുന്നുണ്ട്. നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് തന്നെയാണ് കേട്ടോ. ഇടയ്ക്കൊരെണ്ണം അങ്ങനെ തുടങ്ങിയിട്ട് അത് പൂട്ടിച്ചു കളഞ്ഞു, റിപ്പോർട്ട് അടിച്ചു. അത്രയ്ക്ക് ധൈര്യശാലികളാണ് ഈ കോൺഗ്രസ്. അപ്പൊ അതങ്ങനെ പൂട്ടിച്ചു. അത് പൂട്ടിച്ച് രണ്ടാമത് വീണ്ടും ഒരു പേജും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ കേട്ടാ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പേജെങ്കിലും ഈ പറയുന്ന രമ്യ ഹരിദാസ് ഒന്ന് ഫോളോ ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം വിവരം കിട്ടിയേനെ. പിന്നെ വേറൊരു കാര്യം, ഈ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇനി വേറൊരു കാര്യം, രമ്യ ഹരിദാസ് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വയം ഈ 10 വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ പാർട്ടി എന്ത് നേടി എന്നുള്ളത് രമ്യ ഹരിദാസ് വെറുതെ ചിന്തിച്ചു നോക്കണം. ഈ 10 വർഷക്കാലം ഉണ്ടായിരുന്നല്ലോ, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരാൻ പറ്റി ഇതിലും എന്നുള്ള ഒരു കാലാവസ്ഥ വേറെ ഉണ്ടാവില്ല. അപ്പൊ അതെന്തുകൊണ്ട് രമ്യ ഹരിദാസ് ശ്രദ്ധിക്കാതെ പോയെന്നറിയില്ല. ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരുടെ ഒരു ആങ്ങളെക്കുട്ടിയുണ്ട്, പിന്നെ ഇവിടെ താമസിക്കുന്നത് പാലക്കാട്ടുകാരൻ, ഒരു ആങ്ങളെക്കുട്ടി. ഈ ആങ്ങളെക്കുട്ടിയുടെ കാര്യം ശരിക്കും പറഞ്ഞ ആങ്ങളെക്കുട്ടിയുടെ വീട്ടിലോട്ട് രമ്യ ഹരിദാസിന് പോകാൻ പേടിയാ ഒറ്റയ്ക്ക്. വേറെ ആരെങ്കിലും 2-3 പ്രവർത്തകരില്ലാതെ ഈ പെങ്ങളുടെ അങ്ങോട്ട് ഈ ആങ്ങളെ കാണാൻ പോകാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. ആ ഫ്ലാറ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പൊ ഈ നമ്മൾ പറയുന്ന കമ്പെ തുണി ചുറ്റി കാണിച്ചാലും ആ പിടിച്ച ഉടനെ ആ തുണിക്കമ്പ് എടുത്തുകൊണ്ട് നേരെ ഫ്ലാറ്റിന് അത് മുറിക്കാത്തിട്ട് കയറി പോകുന്ന ഒരാളാണ്. അത്രയ്ക്ക് നല്ലൊരു വ്യക്തിത്വമാണ് ആ മനുഷ്യൻ. അപ്പൊ പുള്ളി കേസിൽപ്പെട്ടിട്ടില്ലേ? അത് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കണം. രമ്യ ഹരിദാസ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതി. കുറച്ചുകൂടെ കഴിയുമ്പോൾ രാത്രി ചിലപ്പോൾ മെസ്സേജ് വരുമായിരിക്കും. എന്നാലും ഇടയ്ക്ക് വിളിച്ചു നോക്കി കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ നല്ലതായിരിക്കും. അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടില്ലേ? അപ്പൊ അത് രമ്യ ഹരിദാസ് വെറുതെ ചിന്തിച്ചാൽ മതി. ആ ആങ്ങളുടെ പിന്നെന്താ പറയാ, നേരാങ്ങളുടെ ആ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ ഒരുപക്ഷെ ഇപ്പോഴും മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോഴാണ് വയനാട്, രമ്യ ഹരിദാസിന് വളരെ അടുപ്പമുള്ള സ്ഥലമാണല്ലോ വയനാട്. അപ്പൊ വയനാട്ടിലൊക്കെ ഇടയ്ക്കൊന്ന് പോവുക, അവിടെ കോൺഗ്രസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടൊക്കെ ഒന്ന് പോയി കാണണം. ഭയങ്കര അനുഭവങ്ങളാണ് രമ്യാസിനെ സംബന്ധിച്ചിടത്തോളം. രമ്യാസ് അവിടെ ഇടയ്ക്കൊക്കെ അവിടെ പോകാനൊക്കെ സമയം കണ്ടെത്തുക, എന്നിട്ട് കോൺഗ്രസിന്റെ വീടൊക്കെ കണ്ട് ആനന്ദിക്കുക. പറ്റിയാൽ ആ വീട്ടിലുള്ളവർക്ക് ഒരു പച്ചക്കറി എങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കാൻ രമ്യ ഹരിദാസ് ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുക. പിന്നെ തന്നെയല്ല, യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ 30 വീട് അങ്ങോട്ട് അവിടെ വെച്ചോണ്ടിരിക്കുക, പൂർത്തീകരിക്കുക. പാലാഴ്ച അടുത്ത ആഴ്ച കണ്ട. അപ്പൊ ഇതെല്ലാം കോൺഗ്രസ്സുകാർ കേരളത്തിന് വേണ്ടി ചെയ്ത നന്മകളാണ്. പിന്നെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നില്ലേ, സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു വലിയ നേതാവുണ്ടല്ലോ, അടൂർ പ്രകാശ് എം പി. അടൂർ പ്രകാശ് എം പിയോട് ചോദിച്ചാൽ മതി പോറ്റിയെ കയറ്റിയത് ആരാണെന്നൊക്കെ അടൂർ പ്രകാശിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട്. പിന്നെ അതിലും നിൽക്കുന്നില്ല, നേരെ ഇവിടേക്ക് പോയാൽ മതി, നമ്മുടെ ഡൽഹിയിലേക്ക് ഒന്ന് പോയാൽ മതി. അവിടെ ചെന്ന് രാഹുൽ ഗാന്ധിയോട് പ്രത്യേകം പറയണം സ്വർണ്ണക്കൊള്ളയുടെ കാര്യം അറിയാൻ വേണ്ടിയാ, സോണിയാജിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ജൻബേട്ടെണ്ണോ അങ്ങനാണ്ട് പറയുന്ന ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ രമ്യ ഹരിദാസിന്റെ സംശയങ്ങളെല്ലാം തീരും. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള കേസ് തീരും, അഴിമതിയായിട്ട് ബന്ധപ്പെട്ട കേസ് തീരും. ഇനി പെണ്ണുപിടിയാണെങ്കിൽ അതിനും ആളുണ്ടല്ലോ, അത് സംബന്ധിച്ചുള്ള കേസ് തീരും. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ പോയ 10 വർഷം കൊണ്ട് എത്ര കേസുകൾ കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ആദ്യം കണക്കെടുപ്പ് നടത്തണം. കണക്കെടുപ്പ് നടത്തി അതിൽ തൃപ്തയാണെങ്കിൽ മാത്രം ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി എന്നാണ് എനിക്ക് രമ്യ ഹരിദാസിനോട് പേഴ്സണലായിട്ട് പറയാനുള്ളത്.